ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പിടിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരു 2016 മോഡൽ BMW X1 ആണ്. ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓട്ടോ PDC ഫെയിലിയർ എന്നും പറഞ്ഞിട്ടുള്ളൊരു വാണിംഗ് ആയിട്ടാണ് വാഹനം വർക്ക്ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു PMA മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മൊഡ്യൂൾ മാറിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് PMA മൊഡ്യൂൾ എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയേക്കാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അതേമാതിരി തന്നെ ഈ PMA മൊഡ്യൂളിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, അതേമാതിരി തന്നെ എന്താണ് ഈ വാഹനത്തിൽ കോമൺ ആയിട്ട് വരുന്ന കംപ്ലയിൻറ്റ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ ഇതിപ്പോൾ നിലവിൽ നമ്മൾ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ഇപ്പോൾ വാണിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പാർക്കിംഗ് അസിസ്റ്റൻറ്റ് എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇപ്പോൾ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ റിവേഴ്സ് ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്, അതേമാതിരി കാര്യങ്ങളെല്ലാം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് PMA മൊഡ്യൂൾ എന്ന് പറഞ്ഞിട്ടൊരു മൊഡ്യൂൾ വരുന്നുണ്ട്. ആ PMA മൊഡ്യൂൾ എന്താണ്, അതിൻ്റെ ഫുൾ നെയിം എന്താണ്, അതേമാതിരി തന്നെ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നത് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വാഹനത്തിൽ ഇപ്പം ഞാൻ കാണിച്ചു തന്ന പോലെ എല്ലാം തന്നെ വർക്കിംഗ് ആണ്. എന്നാൽ ഈ വാഹനം വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്ന സമയത്ത് ഓട്ടോ PDC ഫെയിലിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാണിംഗ് ഉണ്ട്. ഇതാണ്ടല്ലോ, ഓട്ടോ PDC ഫെയിലിയർ എന്നുള്ള വാണിംഗ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളതിൻ്റെ DTCയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ DTCൻ്റെ അകത്ത് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫോൾട്ട് കാണാം, S0334. അപ്പോൾ ഈ ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കൺട്രോൾ മൊഡ്യൂൾ നോ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ കൺട്രോൾ മൊഡ്യൂൾ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൺട്രോൾ മൊഡ്യൂൾ ഇറ്റ് സെൽഫ് ആയിരുന്നു അതിൻ്റെ ഫോൾട്ട്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിലാണ്. റിയർ അതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഊരിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിലായിട്ട് നിങ്ങൾക്ക് കാണാം ആ കൺട്രോൾ മൊഡ്യൂൾ. അപ്പോൾ ഇതാണ് അതിൻ്റെ PMA കൺട്രോൾ മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കൺട്രോൾ മൊഡ്യൂൾ ആയിരുന്നു ഫോൾട്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് ചിലപ്പോൾ വാട്ടർ എൻട്രിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ട് വരാറ്. പക്ഷേ എന്നാലും ഈ വാഹനത്തിൻ്റെ കൺട്രോൾ മൊഡ്യൂളായിട്ട് ഉണ്ടായിരുന്ന ഡാമേജ്, ഇതാണ് PMA കൺട്രോൾ മൊഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ മൊഡ്യൂൾ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീപ്ലേസ് ചെയ്തതിന് ശേഷം അത് പ്രോഗ്രാമിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ മൊഡ്യൂൾ മാറി പ്രോഗ്രാം ചെയ്തു. വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ കണ്ടല്ലോ, കവറും കാര്യങ്ങളെല്ലാം തന്നെ പിടിപ്പിച്ചിട്ടുണ്ട്. വാഹനത്തിൻ്റെ എല്ലാ കംപ്ലയിൻറ്റും മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.